ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ ഒത്തിരി ദിവസമായി നമ്മൾ ബ്യൂട്ടി ടിപ്പൊക്കെ കാണിച്ചിട്ട് മാവേലി വന്നപ്പോൾ മാവേലിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്ന് എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ മുഖമൊക്കെ കരുവാളിച്ച് കറുത്തൊക്കെ ഇരിക്കുന്നേ, അപ്പോഴിപ്പോൾ ഒന്നും ചെയ്യുന്നില്ലേ, ടിപ്പുകളൊന്നും ചെയ്യുന്നില്ലേ എൻ്റെ പൊന്നു മോളെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് ചെയ്യുന്നില്ല, ഇപ്പോഴും ഒരാഴ്ച കൊണ്ട് എല്ലാം നിർത്തി വെച്ചേക്കുക. ഓണത്തിരക്കൊക്കെ ആയതുകൊണ്ട് പുറത്തും അകത്തും എല്ലാം ഒരുപാട് ജോലികളുണ്ടായിരുന്നു. അപ്പോഴതിൻ്റെയൊക്കെ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മുഖത്ത് എനിക്ക് തന്നെ അത് തോന്നുന്നുണ്ടെന്ന് മാവേലിത്തമ്പുരാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവന് ഭയങ്കര സങ്കടമായിപ്പോയി അത് അങ്ങനെ പറഞ്ഞപ്പോൾ. എന്നോട് പറഞ്ഞു, ഇനി തുടങ്ങിയത് നിർത്തിയേക്കരുത്, വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത് എപ്പോഴും കേട്ടോ. അപ്പോഴതുകൊണ്ട് ഞാനങ്ങോട്ട് പുതിയ നമ്മുടെ ടിപ്പും പരിപാടിയായിട്ട് വീണ്ടും വന്നേക്കും കേട്ടോ. ഭയങ്കര സങ്കടമായിട്ടൊക്കെയാണ് പോയേക്കുന്നത്. ഞാൻ പറഞ്ഞു, വീണ്ടും അടുത്ത വർഷം വരുമ്പോഴത്തേന് ഞാൻ എന്തായാലും ഇച്ചിരിയും കൂടെ ഒക്കെ ഒരു ഇതായിട്ടൊക്കെ ഇരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. എന്നെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി പോയി ആളിന് കേട്ടോ. അപ്പോഴും നിങ്ങളോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് പോയി നമ്മുടെ മാവേലി അമ്മാവന്. എൻ്റെ കാര്യത്തിൽ ഇതേ ഉള്ളായിരുന്നു ഒരു സങ്കടം കേട്ടോ. ഞാൻ വല്ലാണ്ടായിപ്പോയി. മുഖമൊക്കെ കറുത്ത് കരിവാളിച്ച് ഇതേ ഒരു വെട്ടവും വെളിച്ചവും ഒന്നും ഇല്ലാതെ ഇരിക്കും. അപ്പോൾ വേഗം തന്നെ എന്തെങ്കിലുമൊക്കെ വാരിപ്പറട്ടിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്നിപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം അമ്മാവൻ പറഞ്ഞത് സത്യം തന്നെയാണ്. 5-6 ദിവസമായി കേട്ടോ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ നമ്മൾ ചെയ്യും. പക്ഷേ ഇതിപ്പോൾ ഒരു 3-4-5 ദിവസം കൊണ്ട് സത്യം പറഞ്ഞാൽ ഒന്നും നമ്മൾ ഓർഡർ അനുസരിച്ച് ഒന്നേ ചെയ്യുന്നില്ല. അത് സത്യം തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ വെക്കുക, കഴിക്കുക, വിരുന്ന പോക്കി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. എന്തെങ്കിലും നമുക്ക് നമ്മുടെ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വരണ്ടായോ. അപ്പോഴും നമ്മുടെ പഴയ ജീവിതത്തിലോട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ആ മുഖത്തെ കരുവാളിപ്പും വെട്ടവും വെളിച്ചം ഇല്ലായ്മയും ഒന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോഴും നമുക്ക് കിഡു ഐറ്റം തന്നെയുണ്ട്. അപ്പോഴും മുട്ട വാങ്ങിച്ച ഓണത്തിന് അതോ മുന്നത്തെ ഇരിപ്പുണ്ടോ. അപ്പോഴിവിടെ ഒരു 2-3 ദിവസം സത്യം പറഞ്ഞാൽ നമ്മളാണ് മറന്നുപോയി മുട്ട വാങ്ങിക്കാൻ. ഓണമൊക്കെ ആയിട്ട് നമ്മൾ വെജിറ്റേറിയൻ ഫുഡാണല്ലോ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊക്കരക്കോഴിയുടെ മുട്ട വാങ്ങിക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ പറയൂ, ഞങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞു ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. അപ്പോൾ വേഗം പോയി വാങ്ങിച്ചുകൊണ്ട് വായോ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും 10-15 എണ്ണം വീതമൊക്കെ നമുക്ക് കൊണ്ട് വെക്കും കേട്ടോ. ഓരോന്നിങ്ങനെ ചെയ്യണ്ടേ. അപ്പോൾ ഇന്നിപ്പം നമുക്ക് നമ്മുടെ മുട്ടയുടെ വെള്ളയും ഇതേ നിങ്ങളുടെ വീട്ടിലൊക്കെ പഞ്ചസാര പൊടിച്ച് വയ്ക്കും. ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ടിപ്പിന് നമ്മൾ പഞ്ചസാര ഞാൻ പൊടിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് വേണ്ടത് നമ്മുടെ ഇന്നത്തെ ഈ സൗന്ദര്യം കൂട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് മുട്ട വെള്ളയും എടുക്കണം, പഞ്ചസാര പൊടിച്ചതും നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ രണ്ടും ഇതേ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സ്പൂണിന് ഒന്ന് മുട്ട തല്ലി പൊട്ടിച്ച് ഫുള്ള് വേണ്ട കേട്ടോ. നമുക്ക് അത്യാവശ്യം നമ്മുടെ മുഖത്ത് ഇടാൻ പാകത്തിന് നമുക്ക് മുട്ട വെള്ളം എടുത്തു. ഞാനത് തല്ലി പൊട്ടിച്ച് അടുക്കളയിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നത്. ബാക്കി നമുക്ക് അങ്ങ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം, വേസ്റ്റാക്കി കളയണ്ട. എടുത്തുകൊണ്ട് വന്നത് മുട്ടയുടെ വെള്ളം അവിടെ നിന്ന് ഉടച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞില്ല. 1 സ്പൂണ് നമുക്ക് മുട്ടയുടെ വെള്ളയും വേണം. അത്യാവശ്യം നിങ്ങൾക്ക് എത്രയാണെന്ന് നമുക്ക് അറിയാമല്ലോ ഏകദേശം. പിന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചതും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര പൊടിച്ചതും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെ 2 പേരെയും കൂടെ നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ മിക്സൊക്കെ ചെയ്യട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്യണം, പതപ്പിക്കണം കേട്ടോ. ഇത് നമ്മൾ പതപ്പിക്കണം. അങ്ങോട്ട് പോടെ നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ട് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കട്ടോ. മുട്ടയുടെ വെള്ളം നമ്മൾ തലയിൽ മാത്രമാണല്ലോ നമ്മളിപ്പം തേച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഞാൻ ചെയ്യുന്ന ഈ വശത്തോട്ട് തിരിയാൻ വയ്യ കേട്ടോ. ഭയങ്കര വേദന ഇന്നലെ രാത്രി മുതൽ. നമ്മുടെ അണ്ണൻ കൊങ്ങയ്ക്ക് പിടിച്ചൊന്നുമല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഓണമായിട്ട് എൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്നത് കേട്ടോ. അല്ല, എന്താണെന്നറിയത്തില്ല, കിടക്കയിലൊക്കെ ഉളുക്കുമല്ല, അങ്ങനെ ഈ വശത്തോട്ട് തിരിയാൻ വയ്യ കേട്ടോ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മുഖത്ത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള കിടു ഐറ്റങ്ങൾക്ക് നമ്മൾ പഞ്ചസാര പൊടി ഇങ്ങനെ മറ്റേതല്ല തരിയല്ലത് വേണ്ടത്, പഞ്ചസാര പൊടിച്ചത് നമ്മൾ ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ ഇത് 2 പേരും കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാവരും വിചാരിക്കും ഓണമായിട്ട് പിന്നെന്താ തട്ടുകട വല്ലതും തുടങ്ങിയെന്ന് സൂപ്പ് കേട്ടോ. അല്ല, എല്ലാവരും വിരുന്നൊക്കെ പോയിട്ട് ക്ഷീണിച്ച് അവശ നിലയിലായിരിക്കും. സത്യം നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക്
ഇത്രയും ക്ഷീണമില്ല കേട്ടോ. നമ്മൾ വിരുന്ന് പോയാൽ വെറുതെ ഇങ്ങനെ വിരുന്ന് കളിച്ചാലും നമുക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും. പതയുന്നുണ്ടോ? പതയണം കേട്ടോ. പതച്ചിട്ട് നമ്മൾ തേച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നിരിക്കാം കേട്ടോ. പൊട്ടിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് പതപ്പിക്കണം. വല്ലവരും വിചാരിക്കും ദൈവമേ ഇവിടെ തട്ടുകട തുടങ്ങിയെന്ന് കേട്ടോ. തട്ടുകടയൊന്നും അല്ലേ, നമ്മുടെ ബ്യൂട്ടി പാർലറിലെ മുട്ട പതപ്പിക്കുന്ന ശബ്ദം ഇപ്പം. അപ്പോൾ ചോദിക്കേ, പാർലറിൽ മുട്ട പതപ്പിക്കുന്നു, ഓംലേറ്റ് ഉണ്ടാക്കാനോ? അപ്പോൾ കൂട്ടരെ നമ്മുടെ മുഖത്ത് കാക്കച്ചി എന്തോടി നിനക്ക് അവിടെ അരി എടുത്തോണ്ട് വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ അലമ്പുണ്ടാക്കുന്നത്? അവൾ അലമ്പുണ്ടാക്കുക. രാവിലെ എന്തായാലും ഒരു നാഴി അരിയും വെള്ളവും ഞാൻ അവിടെ കൊണ്ടുവച്ചേക്കാം. അവർ കഴിച്ചോട്ടെ കേട്ടോ. അവർക്കൊക്കെ കൊടുക്കണം നമ്മൾ. വന്ന് കഴിക്കുന്നത് നന്നായിട്ട് പതപ്പിച്ചോട്ടോ. അതിനെ ഇതെടുത്തത് ഞാൻ കേട്ടോ. ഇതപ്പോൾ പെട്ടെന്ന് പാതി. ഈ സ്പൂണിൻ്റെ ആവശ്യമില്ല. ഇനി ഞാൻ പഞ്ചസാര പൊടി ഇനി 2 സ്പൂൺ എടുക്കണ്ടെന്ന് വിചാരിച്ചേ പഞ്ചസാര പൊടി എടുത്തുകൊണ്ട് വന്നേ. ഇത് നമ്മൾ സെറ്റ് വെള്ള പാത്രം ഈ മന്ദബുദ്ധി എടുത്തുകൊണ്ട് വന്നേ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? വെള്ള പാത്രമായതുകൊണ്ട്. അപ്പോഴേ ഇനി നമുക്ക് നമ്മുടെ മുഖത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മുഖത്തോട്ട് ഇട്ട് കൊടുക്കാം. ടവലൊക്കെ മുട്ടയല്ലേ ദേഹത്തൊക്കെ വീണ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകും. അപ്പോഴേ സൂക്ഷിച്ചൊക്കെ ഇട്ടോളൂ. നമുക്ക് പൊട്ടൊക്കെ മാറ്റി വയ്ക്കാം. മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് സ്മെല്ലില്ല കേട്ടോ. നമ്മൾ മുട്ട മാത്രമാകുമ്പം നമുക്ക് എടുക്കാനേ പാടാട്ടോ. അപ്പോൾ പഞ്ചസാര ഇട്ടത് കൊണ്ട് തന്നെ നേരിയ ഒരു മണമൊക്കെ ഉള്ളൂ. സാരമില്ല, ഞാൻ സഹിക്കാൻ തയ്യാറാണ്. എന്തായാലും എൻ്റെ മുഖത്തെ കരിവാളിപ്പും വെട്ടമില്ലായ്മ വെളിച്ചമില്ലായ്മ അതൊക്കെ എനിക്ക് മാറ്റിയെടുത്തേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് മാവേലി തമ്പുരാൻ പരാതിപ്പെട്ടതിന് ഭയങ്കര സങ്കടം എനിക്കുണ്ട്. മാവേലി തമ്പുരാന് കേട്ടോ. അപ്പോഴെന്തായാലും ഇതൊന്ന് മാറ്റിയെടുക്കണം എനിക്ക്. അപ്പോൾ നിങ്ങളും മുഖത്ത് വെട്ടവും വെളിച്ചവും ഒന്നും ഇല്ലാത്തവർ എല്ലാവരും ഇങ്ങനെ ചെയ്തോളൂ. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇവനെ അങ്ങോട്ട് തുടച്ച് മാറ്റാം നമുക്ക് കേട്ടോ. പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നത്തില്ല, തണുപ്പൊന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞ കേട്ടോ. അല്ലെങ്കിൽ ഇത് ഞാൻ ഇവിടെ മുട്ട ഫ്രിഡ്ജിനകത്ത് വയ്ക്കത്തില്ല കേട്ടോ. അവരുടെ കടയിലൊക്കെയോ വയ്ക്കുന്നത് ഫ്രിഡ്ജിനകത്താണ്. അപ്പോൾ നമ്മളും കൂടെ കൊണ്ടുവന്ന് ഒരു 2 വർഷമൊന്നും വെച്ചേക്കണ്ട. നമ്മൾ പുറത്ത് തന്നെ ഞാൻ സൂക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മളങ്ങ് വാങ്ങിച്ച് വെക്കാറുമില്ല. കുറേശ്ശെ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വിദ്യ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. പഞ്ചസാര പൊടി എടുക്കുക, മുട്ടയുടെ വെള്ളം എടുക്കുക, പതപ്പിക്കുക, മുഖത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര പൊടിയുടെ ഒരു മധുരമൊക്കെ എൻ്റെ വായിലോട്ട് വന്നു കേട്ടോ. ഒക്കെയൊന്നും വേണ്ട, മുട്ടയായതുകൊണ്ടല്ല. പിന്നെ എന്നാ ചോദിക്കും, എത്ര പേര് വെട്ട എന്താ പറയുന്നത്, മുട്ട പച്ചയ്ക്ക് കുടിക്കുമല്ലോ എത്ര പേര്. നമുക്കങ്ങനെ കുടിക്കണ്ട. ഇങ്ങനെ നമുക്ക് കുറച്ചെടുത്താൽ മതി കേട്ടോ. 1 സ്പൂൺ മുട്ടയുടെ വെള്ളം എടുത്താൽ ഇത്തിരി നമ്മൾ തട്ടി ഒഴിക്കേണ്ട. എന്നുവെച്ചാൽ ഒരു മുട്ടയുടെ ഫുൾ മുട്ട വെള്ളം എടുക്കണ്ട കേട്ടോ. ഗ്ലാമർ കൂടി വരുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി. ഞാൻ എന്നും സ്ഥിരമൊന്നും ചെയ്യാറില്ല, ഇടയ്ക്ക്. ഇപ്പോൾ ഒത്തിരി ദിവസമായി കേട്ടോ, 5-6 ദിവസമായി ഞാൻ മുഖത്ത് എന്തെങ്കിലും ചെയ്തിട്ട്. സമയമില്ല, നല്ല ജോലി ഉണ്ടായിരുന്നു. നമ്മൾ ഇതിനായിട്ട് മെനക്കെട്ടിരുന്ന് ചെയ്യാൻ നമുക്ക് സമയമില്ലായിരുന്നു. ഇഷ്ടംപോലെ ജോലിയായിരുന്നു, ജോലിയായിരുന്നു. അപ്പോഴിത് ഫുള്ള് ഞാൻ തീർത്തു. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇങ്ങനെ സംസാരിക്കരുത് കേട്ടോ. മുട്ടയൊക്കെ തേച്ചിട്ട് സംസാരിക്കരുത്. എന്തൊക്കെയാണോ അകത്ത് ബഹളം കേൾക്കുന്നത്.
ഒരുപാട് ഒരു സ്മെല്ലൊന്നുമില്ല കേട്ടോ, ഒരു ചെറിയ ഒരു ഇതേ ഉള്ളൂ, ഒരു സ്മെല്ലേ ഉള്ളൂ. ഇതേ അങ്ങനെ നമ്മുടെ ഇത് തീർന്നു. ഇനിയില്ല കേട്ടോ. അപ്പോഴും നമുക്കിനി ഇങ്ങനെ ഒരു 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. മൂക്കൊക്കെ ചെറിയൊന്ന് തുടച്ച് മാറ്റാൻ, എന്നിട്ട് കേട്ടോ അനങ്ങാതിരിക്കണം. മുട്ട തേച്ചത് കൊണ്ട് തന്നെ നമുക്ക് അനങ്ങാതെ ഇരിക്കാം കേട്ടോ. അപ്പോഴതേ നമ്മുടെ പായ്ക്കൊക്കെ ഇവിടെ സെറ്റായി കേട്ടോ. ഈ പീലിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അടയ്ക്കാനൊക്കത്തില്ല. ഒരു എന്താ പോലെ തോന്നുന്നു കേട്ടോ. നമുക്ക് ഇത് ഒട്ടലല്ലേ, ഈ പഞ്ചസാര പൊടിച്ചതും മുട്ടയും കൂടെ ആകുമ്പോൾ ഒട്ടൽ മാതിരിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇങ്ങനെ മധുരസേവ ഉണ്ടല്ലോ, മധുരസേവയുടെ പുറത്തൊക്കെ ഇങ്ങനെ പഞ്ചസാര ലൈൻ ഇങ്ങനെ പിടിച്ചിരിക്കുമല്ലോ, അതുമാതിരി പിടിച്ചിരിക്കുക നമ്മുടെ മുഖത്ത് കേട്ടോ. അപ്പോൾ ഒരു ഒട്ടൽ മാതിരി എനിക്ക് പ്രത്യേകിച്ച് ഇത് തോന്നുന്നു. ഈ പീലി ഉണ്ടല്ലോ ഒട്ടൽ മാതിരി ഇരിക്കുന്നു. നമുക്ക് തുടയ്ക്കാം കേട്ടോ. 10-15 മിനിറ്റായി. അത്രയും ഇരുന്നാൽ മതി കേട്ടോ. ഒരുപാട് നമ്മൾ ഇരിക്കേണ്ട. 15 മിനിറ്റൊക്കെ നമുക്ക് ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. എന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ച മാത്രം മുട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിലൊക്കെ ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിചാരിക്കുക എന്നും തല്ലിപ്പൊട്ടിച്ച് അങ്ങ് തേക്കേണ്ട കേട്ടോ. എന്നും ഒന്ന് നമുക്ക് തല്ലിപ്പൊട്ടിച്ച് മുഖത്തിടേണ്ട കാര്യമൊന്നുമില്ല. ആഴ്ച ഒരു ദിവസം മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ചിലർക്കൊന്നും ഇതിൻ്റെ മുട്ടയൊന്നും എടുക്കാത്തവരും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ കാണും. അപ്പോഴവർ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കണം കേട്ടോ. ചിലരൊന്നും മുട്ടയൊന്നും എടുക്കത്തില്ല. നമ്മളീ പറയുന്നത് ചിലർ ബ്രാഹ്മിൻസ് അങ്ങനെയൊക്കെ ഉള്ളവർ മുട്ടയുടെ ഇതൊന്നും ചെയ്യത്തില്ലല്ലോ, അവരെടുക്കത്തത് പോലും ഇല്ലല്ലോ. അപ്പോഴങ്ങനെയൊക്കെ ഉള്ളത് വേറെ എന്തെങ്കിലും പഞ്ചസാരപ്പൊടിയുടെ കൂടെ വേറെ എന്തെങ്കിലും തൈരോ എന്തെങ്കിലുമൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ചിലർക്ക് മുട്ടയുടെ മണമൊന്നും പിടിക്കത്തില്ല കേട്ടോ. ഞാൻ എന്തിപ്പം മുഖത്ത് തേക്കുമെന്ന് വെച്ചാൽ നമുക്കതൊരു പ്രശ്നമല്ല. എന്തായാലും നമുക്ക് മുഖത്ത് വെട്ടവും വെളിച്ചവും മരണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെയൊക്കെ ഉദ്ദേശം അല്ലേ. അതൊക്കെ ഉള്ളൂ. അപ്പോഴിതേ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. മുഖമൊക്കെ നമുക്കൊരു സോഫ്റ്റായിട്ട് വരും. 3-5-6 ദിവസമായി ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് കേട്ടോ. മുഖത്തൊന്നും ഇടുന്നതേ ഇല്ല. എനിക്ക് സമയമില്ലായിരുന്നു. 3-4-5 ദിവസം കൊണ്ട് നമുക്ക് ഒട്ടുമേ സമയമില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ ഇതൊക്കെ പിടിച്ച് നിന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തത് അത്ര വലിയ ഇതൊന്നും അല്ലെങ്കിലും പക്ഷെ അതിൻ്റെയൊക്കെ ആ ഒരു റിസൾട്ട് നമ്മുടെ മുഖത്ത് തന്നെ കിടന്നു കേട്ടോ. അതാ പെട്ടെന്ന് മുഖമൊന്നും പന്നലാവാതെ ഇത്രയും ദിവസമൊക്കെ നിന്നത് കേട്ടോ. നമ്മൾ ഈ ചെയ്യുന്നതിന് എന്തായാലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. വീട്ടിലുള്ള 2 കുഞ്ഞ് ഐറ്റങ്ങളും കൊണ്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഈ ടിപ്പൊക്കെ കാണിച്ചു തന്നത് കേട്ടോ. നമുക്ക് നല്ല വെയിൽ ഇങ്ങോട്ടടിക്കുന്നു. അപ്പോഴും നമുക്ക് നല്ല ഒരു മുഖത്തൊരു വ്യത്യാസമൊക്കെ കിട്ടും. ഒരു വെട്ടവും വെളിച്ചവും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഒന്ന് ഫീൽ ചെയ്യും. മോനെ 2 പേരും കൂടെ അകത്ത് സിനിമ കാണുന്ന പാട്ടൊക്കെ ഇട്ടാൽ മോനെ. അപ്പോഴതേ ഇതാണ് നമ്മുടെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. തേച്ച് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞ് മുഖമൊക്കെ തുടച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ് കേട്ടോ. അപ്പോഴിതേ ഞാൻ അടുത്ത് വെച്ച് കാണിക്കാം. കാക്കച്ചി വിരുന്ന് വിളിക്കുന്ന കേട്ടോ. ആരോ വിരുന്നുകാരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. എന്തായാലും നമ്മൾ മുട്ടയൊക്കെ അടിച്ച് തേച്ചത് എല്ലാം നമ്മൾ തൂത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കാക്കച്ചി ഇരുന്ന് വിരുന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വിരുന്നുകാർ വന്നിട്ട് എൻ്റെ പരിപാടി ഞാൻ കഴിഞ്ഞു കേട്ടോ. രാവിലെ സമയമില്ലായിരുന്നു, കുളിച്ചിട്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഉച്ച സമയമായി, കുളിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ
എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിക്കോളേ, കിഡുമായിട്ട്. ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആഴ്ച ഇത് തന്നെ ചെയ്തോളൂ കേട്ടോ. ചെയ്യുന്നവരൊക്കെ കാണും കേട്ടോ. നമ്മൾക്ക് പിന്നെ എല്ലാവർക്കും ഒന്നും അറിയത്തില്ലായിരിക്കും. പക്ഷേ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർത്തിയേ ചെയ്തേക്കരുത്. ഇത് നല്ല കിഡുമായിട്ടാണ് കേട്ടോ. മുട്ടക്കുട്ട എന്ന് വെച്ചാൽ കിഡുമായിട്ടാണ്, കഴിക്കാൻ മാത്രമായില്ല. ഇതേപോലെ ബ്യൂട്ടി ടിപ്പിനൊക്കെ അടിപൊളി കിടുക്കാഴ്ചയാണ്. മുടി വളരാത് സൂപ്പിൻ്റെ കാർക്കൂന്തലൊക്കെ ഇത്തിരിയൊക്കെ വളർന്നിട്ടോ കേട്ടോ. ഇച്ചിരിയൊക്കെ ഒന്ന് വളർന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴേ പിന്നെ നമുക്ക് വെയിൽ ആയി. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ ടിപ്പൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോഴേ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് തളർന്നൊക്കെ ഇരിക്കുവാണെന്ന് അറിയാം. എന്നാലും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇനി